ജപമാല അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളെ പ്രാർത്ഥനാ രൂപങ്ങൾ കൊണ്ട് ജപമാലയെ പന്താടരുത്. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് ഈ വാതിലെ മുട്ടിയിട്ട് ശരിയായില്ലെങ്കിൽ പുറകിൽ പോയി ജനലിലെ മുട്ടിക്കഴിഞ്ഞ് വീട്ടുകാരൻ എന്നാ തോന്നും, നമ്മളെ ഫ്രണ്ടിൽ ഒന്നും മുട്ടിയിട്ട് ശരിയാകണില്ല, ഉടനെ നമ്മൾ പുറകിൽ പോയി ജനലിലെ മുട്ടും. അപ്പോൾ വീട്ടുകാരൻ എന്നാ തോന്നും, ഒരു അരോചകത്വം തോന്നും. ഈ വന്ന വ്യക്തിയുടെ സ്റ്റാൻഡേർഡിനെ കുറിച്ച് കാതലായ സംശയങ്ങൾ ഉയർത്തും, നിങ്ങളുടെ വിശ്വാസ നിലവാരം, പ്രാർത്ഥനാ നിലവാരം. അതുകൊണ്ട് ഇപ്പോൾ ജപമാലയെ കൊണ്ട് ശരിയാകുന്നില്ലെങ്കിൽ ശരിയാകണ്ട എന്ന് ആന്തരികമായ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിലേ നിങ്ങളുടെ സത്യസന്ധത ദൈവം മാനിക്കും. ബൈബിളിലെ മൊത്തമുള്ള ഒരു രീതിയാണിത്. ഞങ്ങൾ വേറെ ഇന്ന് നമ്മൾ കണ്ടില്ലേ, മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ 11:6 യേശുവിനെ കുറിച്ച് പോലും ഒരു ഓപ്ഷൻ്റെ സാധ്യതയുണ്ടോയെന്നാണ് ഒരു പ്രവാചകൻ അന്വേഷിക്കുന്നത്. മാന്താന, നീ തന്നെയാണോ വരാനിരിക്കുന്നത്, അതോ ഞങ്ങൾ വേറെ ആരെങ്കിലും അന്വേഷിക്കണമോ? അപ്പോൾ വേറെ ആരെങ്കിലും എന്നുള്ളത് ആദ്യകാലം മുതലുള്ള ഓപ്ഷനാണ്. നമ്മളെവിടെയും നമ്മൾ ഈ 72-ാമത്തെ സങ്കീർത്തനത്തിലെ 18-ാമത്തെ തിരുവചനം പറയുകയെ, ഞാൻ നിങ്ങളെ തിന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കണമെന്ന്. ഈ പ്രാർത്ഥനാ ജീവിതത്തിലുമുണ്ട് തെന്നുന്ന സ്ഥലങ്ങൾ, പ്രാർത്ഥനാ ജീവിതത്തിലുണ്ട് തെന്നുന്ന സ്ഥലങ്ങൾ. അതിൻ്റെ ഈ തെന്നുന്നൊരു സ്ഥലമാണ് ഞങ്ങൾ വേറെ എന്തെങ്കിലും മാർഗം ഇതിന് ഉപയോഗിക്കണമോ എന്നുള്ളത്. ഈ ഒരു 90% പേരും ഏതാണ്ട് ഇതേ പരിപാടിയാണ്. ജപമാല അല്ലെങ്കിൽ അന്തോസിന് നൊവേന, അല്ലെങ്കിൽ യൂദാശ്ലീഹയുടെ നൊവേന. പണ്ട് വലിയമ്മമാരെ ആരാണ്ട് വിശുദ്ധ ഗീവറീസിനെ തൊട്ടുമുത്തിയപ്പോഴുള്ള ഏർപ്പാടാണ്. പാമ്പിനെ തൊട്ടുമുത്തും, ഗീവറീസിനെ തൊട്ടുമുത്തും. ചോദിക്കുമ്പോൾ പറയും, എവിടെ നിന്നാണ് ഒരു തുണ കിട്ടണമെന്ന് എങ്ങനെ അറിയാൻ പറ്റും? പാമ്പാണ് തുണക്കിടന്ന്. ഇതുപോലെ പ്രാർത്ഥനയിലും സത്യദൈവത്തെ വിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതുകൊണ്ടാണ് 20:1 പുറപ്പാടിൻ്റെ പുസ്തകം, നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാവരുത്. അത് സത്യദൈവത്തിന് അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. കാർക്കശ്യമായി പറയുകയാണ്. ജനം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി കൊടുത്ത ഒരു പ്രിക്കോഷ്യസ് ആയിട്ടുള്ള ഒരു മുൻകരുതലാണത്. അല്ലാതെ ഇവരിങ്ങനെ വേറെ 2 വെള്ളത്തെയും ചവിട്ടിയാല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ദൈവസങ്കല്പങ്ങളിൽ വിശേഷിച്ച ദൈവത്തിന് എന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നമ്മൾക്ക് കുഴപ്പം ഉണ്ടാകാതിരിക്കാനാണ് ആ ഒരു റെമഡി, പ്രിക്കോഷ്യസ് റെമഡി തരണത്. നമ്മുടെ ഇന്ന് ഈ മണ്ടത്തരങ്ങൾ ഉള്ളതാണല്ലോ. പല ആൾക്കാരും ഈശോനെ വിട്ടും വെച്ച് പോയില്ലേ. വിശ്വാസ ജീവിതം കഠിനമാണെന്ന് ഈശോ അതിൻ്റെ ഗ്രാവിറ്റി വർദ്ധിച്ചപ്പോൾ ഓരോരുത്തരായിട്ട് ഇട്ടും വെച്ച് പോയി ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ. അപ്പോൾ കർത്താവ് ചോദിച്ചു, നിങ്ങൾക്കും പോകണമെന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ 6:68-69 യോഹന്നാന്റെ സുവിശേഷം, അതായത് നിങ്ങൾക്കും വേറെ അന്വേഷിക്കണമെന്നുണ്ടോ? അപ്പോൾ പത്രോസ് പറഞ്ഞു, ഞങ്ങൾ ഒരിടത്തും അന്വേഷിക്കാൻ പോണില്ല. എന്താണ് കാര്യം? നിത്യജീവൻ്റെ വചനങ്ങൾ. നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോഴുള്ള കഴിച്ചിലല്ല, ജോലി കിട്ടി, വീട് കിട്ടി, വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളുണ്ടായി, അങ്ങനെയുള്ള ഒരു കഴിച്ചിലേക്കാൾ അപ്പുറത്ത് നിത്യതയോടെ ജീവിക്കണം ഞങ്ങൾക്ക്. അതിന് വേറെ പോയിട്ട് കാര്യമില്ല. നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലാണല്ലോ. അത് അവസാനം വരെ ആ മനുഷ്യനത് ഹോൾഡ് ചെയ്യുമായിരുന്നു.
ഇദുമ്യക്കാരും പേർത്യക്കാരും ഫിലിസ്തീനും ഇസ്രയേലിനും ഗ്രീക്കുകാരും എല്ലാം പട്ടാളം പോലെ വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം പറയും, മറ്റൊരുവരും രക്ഷയില്ല, വേറെ ഒരുവൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല. നിത്യജീവൻ ലഭിക്കാൻ, മനുഷ്യന് രക്ഷ നൽകാൻ 4:12 നടപടി പുസ്തകം ഒരു നാമം മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയും. അത് ഒരു അസഹിഷ്ണുതയാണ് പ്രാർത്ഥനയുടെ കാര്യത്തിലും ഒരു വ്യക്തി സൂക്ഷിക്കേണ്ടത്. ഇപ്പം നിനക്ക് കുഞ്ഞുനാളെ പോലെ ചൊല്ലിയിട്ടുള്ള പ്രാർത്ഥനയാണ് ജപമാല. അപ്പോൾ വീടില്ലെങ്കിലും വഴിയില്ലെങ്കിലും ജീവിതത്തിൽ കള്ളക്കേസിൽ അകപ്പെട്ടാലും നീ ജയിലിൽ കിടന്നാലും ആ ഒരു പ്രാർത്ഥനാ രൂപത്തിൽ ആണ് നിനക്ക് ഇത്രയും നാൾ അനുഗ്രഹം കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോഴതിൽ തന്നെ റിലേ ചെയ്യാൻ നോക്കണം, അതിൽ തന്നെ റിലേ ചെയ്യാൻ. ഞാനിന്ന് അങ്ങനെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ പോകണം. കാര്യം ഞാനൊരു ഇടവകയിൽ ഇന്നലെ പറഞ്ഞ പള്ളിത്തോട്ടിൽ നിന്ന് നേരെ ചാർജ് എടുത്തത് ഇപ്പം നമ്മുടെ വിഷയം എന്താ? സെർമൺ ഓൺ സർവൈവൽ എന്ന് വെച്ചാൽ അമ്മയോടൊത്ത് അതിജീവനം. ഇപ്പം ചിലപ്പോൾ നമുക്ക് കരകയറാൻ പറ്റാത്തൊരവസ്ഥ വരും. എന്നെ ഈ നാട്ടിലില്ലേ, ഇന്നലെ ഞാൻ പറഞ്ഞ പള്ളിത്തോട്ടിൽ നിന്ന് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത് തൈക്കലോട്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു സ്വന്തം നാട്ടിൽ അംഗീകരിക്കപ്പെടുന്നില്ലെന്ന് ഈശോ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ചെന്ന് ഇറങ്ങിയ സ്ഥലമാണെങ്കിൽ എപ്പോഴും അടിയും പിടിയും ബഹളമൊക്കെ ഉണ്ടാകാൻ എപ്പോഴും സാധ്യതയുള്ള സംഘർഷ ഭൂമിയിലാണ്. അതിൻ്റെ കാരണങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടോ. പക്ഷെ ഞാൻ അവിടുന്ന് പോരണത് എങ്ങനെയാണെന്ന് അറിയാമോ? 125ഓളം വാഹനങ്ങളിലാണ് അവരെന്നെ അവിടുന്ന് കൊണ്ടുപോരണത്. എൻ്റെ നാട്ടുകാർ എൻ്റെ ജീവജാതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. അതായത് ഇന്ന് വരെ ഇരുന്നിട്ടുള്ള ഇടവകളിൽ വെച്ച് ഏറ്റവും ഞാൻ ഹൃദയംഗമായി സന്തോഷം അനുഭവിച്ചത് ഈ പള്ളിത്തോട്ടിൽ വെച്ചാണ്. കാര്യം ആ ചുറ്റുവട്ടമുള്ള വീട്ടുകാർ മിക്കവാറും പള്ളി മുറ്റത്ത് തന്നെയാണ് ഞങ്ങളുടെ കൂടെ കഴിഞ്ഞിരുന്നത്. കാറ്റ് കൊള്ളാനും കൊച്ചു വർത്തമാനം പറയാനും ഒക്കെ അവർ വരും. പക്ഷെ അവർ വെറുതെ പറയുകയല്ല, അവർ വന്ന് ഞങ്ങളുടെ മേടയിൽ കറിപ്പാത്രവും കറിച്ചട്ടിയും ഒക്കെ പൊക്കി നോക്കും. അവിടെ കറി കുറവുണ്ടെങ്കിൽ അവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ വെക്കും. ഞങ്ങൾ ഉണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയൽവാസികളെല്ലാം കറിയും കൊണ്ട് തന്നെ കണ്ടത്. അത് അത്ര ഒരു അനുഭവം എനിക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ വേറൊരു ദിവസം പറയാം. ഇപ്പം നമ്മുടെ വിഷയത്തിലോട്ട് വരാം. അപ്പം ഞാൻ അങ്ങനെയാണ് ഇവിടെ തിരിച്ച് വന്നത്, ഈ ഇടവകയിലോട്ട് വരണത് 125 വണ്ടിയുടെ അകമ്പടിയോടുകൂടി. പക്ഷെ ഒരു പ്രശ്നമുണ്ടായി. അതായത് പ്രശ്നത്തോടുകൂടിയാണ് ഞാൻ ആ ഇടവക വന്നത്. കാര്യം ഞങ്ങൾ വരുന്ന വഴി പള്ളിയുടെ വാതിക്കൽ ഒരു വീട്ടുകാരൻ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ വീട്ടുകാരൻ്റെ മതിൽ ചാഞ്ഞാണ് നിന്നിരുന്നത്, പഴയ മതിലാണ്. അപ്പം ആ വഴിയിലൂടെയാണ് പള്ളിയിലേക്കുള്ള വഴി. അത് വല്ലപ്പോഴും കൂടെ ഒരു വണ്ടി വരണ പ്രശ്നമില്ല. ഈ 125 വണ്ടിയിൽ 13 ഇതിലെ കൂടി കയറി വന്നപ്പോഴുണ്ട് മതിൽ ഷേക്ക് ചെയ്ത് പിന്നെയും ചായ്വ് കൂടി. അവർ വഴക്കിനൊന്നും വന്നില്ല, അവരുടെ സ്വന്തം വഴിയായിരുന്നത്, പള്ളിക്കവിടെ വഴിയില്ലായിരുന്നു. അവർ അവരുടെ അവതാരത്തിന് പള്ളിയിലോട്ട് പോകാൻ വേണ്ടി ഇതൊക്കെ എനിക്കറിയത്തില്ലല്ലേ, ഞാൻ പുതിയ ആളല്ലേ, പുതിയ വരികയല്ലേ എടുത്ത് ചാർജെടുക്കാൻ. വരികയും പ്രശ്നമായി പോയി. അവരെന്ത് അത് വെട്ടി കെട്ടിയടച്ച് ഒരാളിന് പോകാനുള്ള വഴി വിട്ട് ശവം പോലും കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ അത് കെട്ടിയടച്ച്. അവരുമായിട്ടങ്ങനെ വഴക്കിന് പോകാൻ പറ്റത്തില്ല. കാര്യം ഞാൻ ഇടവക വന്നപ്പോൾ ആദ്യം കണ്ടത് സിമിത്തേരിയിൽ 3 പെട്ടിയാണ്. സിമിത്തേരിയിൽ ഒരിക്കലും അടക്കാൻ പറ്റാത്ത പെട്ടികൾ. കാര്യം പെട്ടി സിമൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ ശവപ്പെട്ടി തന്നെ ആളടക്കിയിട്ട് പെട്ടി സിമൻറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ആൾക്കാരോട് ചോദിക്കും, അത് കഴിഞ്ഞൊക്കെ ഞാൻ വിവരം അറിഞ്ഞത്, ഞാൻ ഇതെന്ത് സിമൻറ്റ് പെട്ടി
അപ്പോൾ പറയാം അച്ഛൻ ഇതിൻ്റെ അകത്ത് ഡെഡ് ബോഡി ഉണ്ട്. പക്ഷേ ഇതിനൊരു പ്രശ്നം വെച്ചാൽ ഒരു കാലത്ത് ഇവിടെ സെമിത്തേരി പ്രശ്നം വന്നു, ഇവിടെ അടക്കാൻ പറ്റിയില്ല, സെമിത്തേരി അനുവദിക്കാതെ അടക്കാൻ പറ്റിയില്ല. കാര്യം ഇവിടെ ഒരു വിഭാഗം ജനങ്ങൾ പള്ളിയിൽ ആളെ അടക്കുന്നതിനെതിരായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ അടക്കാതെ വന്നപ്പോൾ എന്ത് ചെയ്ത് വീടുകളിൽ സിമൻറ്റ് പൊതിഞ്ഞ് വെച്ച്. ഇത് ഭയങ്കര കാഴ്ചയായിരുന്നു. ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന വലിയ ഒരു പാർട്ടി തന്നെ ഉണ്ടാകണത്, പി സി ചാക്ക ഉണ്ടാകണത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആർ ശങ്കരുമായിട്ടുള്ള ഉടക്കുകളെല്ലാം ഈ തൈക്കല സെമിത്തേരി പ്രശ്നമാണ്. അങ്ങനെയാണ് കേരള കോൺഗ്രസ്സിൽ നിന്ന് പോരാൻ തന്നെ കോൺഗ്രസ്സിൽ നിന്ന് പി സി ചാക്കോയും ഗ്രൂപ്പും പോകുന്ന കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു പാർട്ടി തന്നെ ഉണ്ടാക്കാൻ കാരണം ഈ തൈക്കൽ പ്രശ്നമാണ്. അത് ആർ ശങ്കർ ആ ഒരു വിഭാഗത്തിന് അനുകൂലമായിട്ട് നിന്നപ്പോൾ പി സി ചാക്കോ ഈ വിഭാഗത്തിന് അനുകൂലമായെന്ന് ഭയങ്കര റാലികളും 64 കാലഘട്ടങ്ങളിൽ ഭയങ്കര റാലികളും ജനം അവിടെ ക്യാമ്പ് ചെയ്യുന്ന പോലീസ് മാസങ്ങളോളം. അപ്പം അങ്ങനെ ഒരു വിഷയത്തിൽ അത് കഴിഞ്ഞ് എല്ലാം ശാന്തമായിരിക്കുമ്പോഴാണ് ഞാൻ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതോടുകൂടി പഴയ വിഷയം അത് മതിൽ കെട്ടി അടച്ചു, അവർ വെയിൽ കെട്ടി അടച്ചു. എനിക്കൊന്നും അറിയാൻ പറ്റില്ല. കാര്യം ഞാൻ പള്ളിയിൽ നിന്ന് എനിക്ക് കാണാൻ പറ്റത്തില്ല. പള്ളിയുടെ മറവിലാണ് മേട നിൽക്കുന്നത്. ഇപ്പോൾ ഒരു ഉച്ചയായപ്പോൾ ഒരു 10-20 വലിയ മനുഷ്യർ തൈക്കൽ കടപ്പുറത്തുനിന്ന് ഈ മതിൽ കെട്ടി അടച്ചത്, വേലി കെട്ടി അടച്ചത് അറിഞ്ഞ് എൻ്റെ മേടയെ വന്നു. മേടയെ വന്നപ്പോൾ ഞാൻ അറിയേണ്ടത് ഇങ്ങനെ വേലി കെട്ടി അടച്ചു. അച്ഛാ, അപ്പോൾ എന്നെ അറിയാൻ പാടില്ല, എനിക്കൊന്നും ആൾക്കാരെ അറിയാൻ പാടില്ല. അപ്പോഴൊരു പുതിയൊരു ടൈമല്ലേ. അപ്പോൾ ഈ വന്ന ആൾക്കാരെ അറിയാൻ പാടില്ല, ഇവരെ ഇടവക്കാരാണ് അല്ലാത്തവരാണ്, നമുക്കൊന്നും അറിയത്തില്ല. അപ്പോൾ നമുക്കത് മിണ്ടിയില്ലേ. ഞാൻ പറഞ്ഞു നിങ്ങൾ വെയിലൊന്നും വിളിക്കാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞ്, അത്രേ ഉള്ളൂ. കാര്യം ആരാണ് വന്നതെന്ന് അറിയത്തില്ല. കാര്യം പള്ളിയിൽ പോകാനും ശവം കൊണ്ടുപോകാനും ഒക്കെ ആ ഒരു വഴിയേ ഉള്ളതാണ് അടച്ചിരിക്കണത്. അപ്പം ഞാൻ അപ്പോഴേന്ന് വേർത്ത് ശരിക്കും എന്താ ഇനി സംഭവിക്കാൻ പോണെന്ന് അറിയത്തില്ല. അപ്പോഴേ ഇവർ പറഞ്ഞ് ഞങ്ങൾ വെയിലുകളിൽ പൊളിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു കാരണവശാലും പൊളിക്കരുത്, എനിക്ക് 1 മണിക്കൂർ തരാമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ഒരു കാരണവശാലും പൊളിക്കരുത്, എനിക്ക് 1 മണിക്കൂർ തന്നെ വന്ന് പറഞ്ഞു. അപ്പോൾ 1 മണിക്കൂർ തന്നെ വന്ന് നിങ്ങൾ പൊളിക്കുക. എന്നിട്ട് ഞാൻ അവരെ വിട്ട് എനിക്ക് 1 മണിക്കൂർ തരാമെന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ, ഈ സമയം പ്രാർത്ഥനയുടെ ഒരു ഭയങ്കരമായൊരു ഘടകമാണ്. എനിക്ക് 1 മണിക്കൂർ തന്നെ ഞാൻ പള്ളി തുറക്കണം, എനിക്ക് ആൾക്കാരെ പോയി മുട്ടുകുത്തണം. അന്ന് 3 കൊന്തേ ഉള്ളൂ, 4 കൊന്തയില്ല. ഇപ്പോഴാണ് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളുള്ളത്. അപ്പോൾ എനിക്ക് 3 കൊന്ത ചെല്ലാനുള്ള സമയം തടമെന്ന് ഞാൻ പറഞ്ഞത്. അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഞാൻ ആ 3 കൊന്ത ചൊല്ലി. 3 കൊന്ത ചൊല്ലിയപ്പോൾ 1 മണിക്കൂറായി. അതിനുശേഷം ഞാൻ എൻ്റെ മുറി വന്നിരുന്നു. കാര്യം ഞാൻ സമാധാനം ചോദിച്ചത് ദൈവത്തോടാണ്. ഈ അൾത്താരെ കയറി ദിവ്യകൃപയുടെ മുമ്പിൽ നമുക്ക് കൊന്ത ചെല്ലുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, കാനായിലെ ആ ഒരു സിറ്റുവേഷൻസ് റീക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. കാര്യം ദിവ്യകുർബാനയുമായിട്ട് യേശുവുണ്ട്, കൊന്തയുമായിട്ട് അമ്മയുടെ മധ്യസ്ഥമുണ്ട്. അതാണ് ഈ ദിവ്യകുർബാന വെച്ച് കൊന്ത ചെല്ലിയാനുള്ള ഒരു ഗുണം. അതാണ്. അങ്ങനെ ചെല്ലാൻ പറ്റുന്നില്ലെങ്കിൽ ദിവ്യകുർബാനയുടെ അടുത്ത് പോയി കൊന്ത ചെല്ലിയാലും മതി. കാര്യം അപ്പോഴാ ഒരു കാനായിലെ അലൈൻമെൻറ്റ് അവിടെ കറക്റ്റായിട്ട് വരും. അപ്പം എനിക്ക് അതാണ് ചോദിച്ചത്. അപ്പം എനിക്ക് ഈ പല വിഷയങ്ങൾ അനുഭവിച്ചും അതിജീവിച്ചും ഒക്കെ ഒരു ബോധമുള്ളതുകൊണ്ട് ഞാനവിടെ പറഞ്ഞു നിങ്ങളെനിക്ക് 1 മണിക്കൂർ തന്നാൽ മതി. അവരത് ഇങ്ങോട്ട് പോയി. ഞാൻ 1 മണിക്കൂർ വന്ന് ആൾത്താരെ നിന്ന് ജപമാല ചൊല്ലി ഞാൻ തിരിച്ചു വന്ന് എൻ്റെ മേടയിരുന്നപ്പോൾ ഒരു ചേട്ടൻ വന്ന്, അന്തോനി എന്നും പറഞ്ഞ ചേട്ടൻ, അവിടെ ഇപ്പോഴും ഉണ്ട്, ആൾ ജീവിച്ചിരിപ്പുണ്ട്. എന്നോട് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അച്ഛാ കണ്ണിക്കൊള്ളാനുള്ളത് പെരുകത്തത് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ മതിയില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്കപ്പോഴും മനസ്സിലായില്ല. കാര്യത്താൽ ഈ വെയിൽ പൊളിച്ച ഇല്ലെന്ന് അറിയണമെങ്കിൽ, എന്ത് സംഭവിച്ചെന്ന് അറിയണമെങ്കിൽ ഞാൻ എൻ്റെ മേടയിൽ നിന്ന് ഇറങ്ങി പള്ളിയുടെ മുമ്പിൽ കിടക്കുന്ന വഴിയിൽ വരണം. അവിടെ വന്ന് എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ
ഈ എന്നിടയ്ക്കൊന്ന് പോയ കക്ഷികൾ വെയിൽ പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വിട്ട് പൊളിച്ചതാണെന്ന് നാട്ടുകാരറിയും. അപ്പോൾ അത് വലിയ പ്രശ്നമാകും. അതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങാനും പറ്റണില്ല, ചെന്ന് നോക്കാനും പറ്റുന്നില്ല. അപ്പോൾ അപ്പോഴാണ് ഈ മനുഷ്യൻ പറയണത്, അച്ഛാ എങ്ങനെയായാലും ഈ കണ്ണി കൊള്ളാനുള്ളത് പുരുകത്ത് കൊണ്ട് പോയെന്ന് പറഞ്ഞാൽ മതിയല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാ ചേട്ടാ ഒന്നും അറിയാം അമ്പലത്തോട്, എന്നാ ചേട്ടാ? അപ്പോൾ പറഞ്ഞു, ഇല്ല അതേ ഈ വെയിൽ കെട്ടിയ ആൾക്കാർ തന്നെ പൊളിച്ചോണ്ട് പോയെന്നു. ഞാൻ എൻ്റെ ഈശോ, എന്താ സംഭവിച്ചിരിക്കണത്? അവരോട് പറഞ്ഞ കാര്യം ശരിയാ. 3 ജപമാല കഴിഞ്ഞപ്പോൾ ആ വിഷയം ഈസിയായിട്ട് പരിഹരിച്ചു. എന്താ വിഷയത്തിൽ? ആ ഒരു സെൻസിറ്റീവ് ഏരിയയാണത്. ആ ഇടവകയും അതിനോട് ബന്ധിച്ചിട്ടുള്ള സെൻസിറ്റീവ് ഏരിയയാണ്. ഞാനിരിക്കുന്ന കാലത്ത് എന്നെ അവിടുത്തെ അക്രൈസ്തവരാണ് എനിക്ക് വേണ്ടി പ്രത്യേക പൊതുസമ്മേളനം നടത്തിയാണ് യാത്രയപ്പ് നൽകിയത്. അക്രൈസ്തവരെല്ലാവരും കൂടിയിട്ട് പ്രത്യേക പൊതുസമ്മേളനം നടത്തി, ഇടവക്കാർ നടത്തി കഴിഞ്ഞപ്പോൾ അവരും കൂടി നടത്തിയാണ് എന്നെ കൊണ്ടുവന്ന് തൈക്കിലാക്കിയത്. എന്നെ കൊണ്ടുപോയി വാടക്കിലാക്കിയത്. അവരവിടെ വരെ വന്നായിരുന്നു. തൈക്കിന്ന് ഞാൻ പിന്നെ പോയത് അങ്ങോട്ടാണ് പോയത്. അപ്പം എന്താ പറയണത് വെച്ചാൽ, ഒരു ജപമാല കൊണ്ട് ഈ ഒരു വിഷയം എത്ര നിസ്സാരമായിട്ട് കാര്യം അതിൻ്റെ സംരക്ഷണം പോയപ്പോൾ ഞാൻ ഇടവകന്ന് പോയി കഴിഞ്ഞ് വീണ്ടും കൊട്ടപൊക്കം പറഞ്ഞ് കടപ്പുറത്തൊരു പ്രശ്നമുണ്ടായി. ഞാൻ ഉണ്ടായിരുന്ന കാലത്ത് ജപമാല ചൊല്ലിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരോട് സംസാരിച്ചൊക്കെ ഞാൻ ഒരു കുഴപ്പമില്ലാതെ ശാന്തമായിട്ട് നിർത്തിയതാണ്. ഞാൻ പോന്നു കഴിഞ്ഞ് വീണ്ടും കടപ്പുറത്ത് അടിയുണ്ടായി, 2 പേരും മരിച്ചു അടിയിൽ. അപ്പം അതൊക്കെ മനസ്സിലാവും എന്തിടവകയിരിക്കുമെന്ന്. എന്ത് തരത്തിൽ തമ്മിൽ വർഗീയ സംഘർഷത്തിൽ 2 പേര് കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ ഇത് മനസ്സിലാക്കണം എന്തുമാത്രം സീരിയസ് ആണ് വിഷയമെന്ന്. ഇത് ആ മതില് പള്ളിപ്പോകാനുള്ള വഴി കെട്ടി അടച്ചപ്പോൾ ഉണ്ടാകേണ്ട വിഷയമായിരുന്നു. അതുണ്ടാവാതിരുന്നത് എന്തുകൊണ്ടാണ്? ജപമാല ഉള്ളത് കൊണ്ടാണ്. ജപമാല ഞാൻ ഓപ്ഷൻ വെക്കത്തില്ല. ജപമാല അല്ലെങ്കിൽ നോവേന അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യത്തില്ല. അമ്മ തന്നെ ഇടപെടണമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അമ്മ തന്നെ ഇടപെടും. ഞാൻ 1 മണിക്കൂറാണ് വില, 1 ദിവസം 1 വർഷമല്ല. കാരണം എനിക്കവിടെ 1 മാസം കാത്തു നിൽക്കാനുള്ള നേരമില്ല. 1 മണിക്കൂറേ ഉള്ളൂ. ആ 1 മണിക്കൂറാണ് അൾത്താറെ ഞാൻ ജപമാലയും പിടിച്ചു നിന്നത്. ഒരു വലിയ വർഗീയ സംഘർഷം ഒഴിവാക്കി എന്ത് മനോഹരമായിട്ടാണ് ഒരു അനുരഞ്ജന ഒരു സംഭവങ്ങൾ ഉണ്ടായത്. അതൊരു സംരക്ഷണമാണ്. ആ കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് പ്രാർത്ഥനയുടെ അരിവിലല്ലാതെ കൈകാര്യം ചെയ്യുന്ന മാനുഷ്യമായി കൈകാര്യം ചെയ്തപ്പോൾ ശരിക്കും പിശാച് പ്രവർത്തിച്ച്. ഞാൻ നിങ്ങളോട് പറയണ ഇതാണ്, അതിജീവനം അമ്മയോടൊപ്പം. അത്യാഹിതങ്ങളും ആകസ്മിക സംഭവങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതെല്ലാം നിൻ്റെ കയ്യിൽ ജപമാലയുണ്ട്. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ നിനക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും അതിജീവിക്കാം അമ്മയോടൊപ്പം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആരാധനയ്ക്ക് പ്രവേശിക്കാം. വീണ്ടും നമ്മൾ ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ജപമാല ചൊല്ലി രാവിലെ മുതൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്നേ ദിനം മുഴുവൻ ജപമാലയിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാ മക്കളെയും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് ഒന്നു ചേർന്ന് സമർപ്പിക്കാം. ദിവ്യകാരുണ്യ ഈശോയെ, അവരെ എല്ലാവരെയും അങ്ങ് തൃക്കൺ പാർക്കണമേ. അവരുടെ നിയോഗങ്ങളുടെ മേൽ അങ്ങയുടെ കൃപ സമൃദ്ധമായി അങ്ങ് ഒഴുക്കണമേ. അവരുടെ ദുഃഖങ്ങളിൽ ആശ്വാസം നൽകണമേ. അവരുടെ രോഗങ്ങളിൽ സൗഖ്യം നൽകണമേ. കടബാധ്യതകളിൽ സാമ്പത്തികമായ സുസ്ഥിതി നൽകണമേ. ഈശോയെ, എല്ലാ മക്കളെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പരീക്ഷകളിൽ പരാജയപ്പെട്ടിരിക്കുന്നവർക്ക് വിജയങ്ങൾ നൽകണമേ. പഠിക്കുവാനായിട്ട് സാധിക്കാത്തവർക്ക് അങ്ങേ പരിശുദ്ധാരൂപി അയച്ച് ബുദ്ധിക്ക് പ്രകാശവും നല്ല ഓർമ്മശക്തിയും നൽകി പഠനത്തിൽ ഉന്നത വിജയം കൈവരിക്കുവാനുള്ള കൃപ നൽകണമേ. ദിവ്യകാരുണ്യ ഈശോയെ, എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ഇന്ന് ഗൂഗിൾ മീറ്റിൽ സംബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥനാ സഹായം തേടിയ എല്ലാ സഹോദരങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഏറെ പ്രത്യേകമായി
ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ച ജാസ്മിൻ എന്ന സഹോദരിയുടെ ഹസ്ബൻഡിനെയും രോഗാവസ്ഥകളെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങേക്ക് മാത്രം സാധ്യമായ സൗഖ്യമാണത്. മനുഷ്യർക്ക് അസാധ്യമായിട്ടുള്ളൊരു കാര്യം. ഈശോയെ ആ കുടുംബത്തിലേക്ക് അങ്ങ് കടന്നു ചെല്ലുകയും ആ സഹോദരന് സൗഖ്യം നൽകി ആ കുടുംബത്തിനെ അങ്ങ് വീണ്ടെടുക്കുകയും ചെയ്യണമേ. ആശാ ബെന്നിയുടെ അമ്മ ആലീസിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഡിസ്ക് കൊളാപ്സായി നടക്കുവാൻ പോലും പറ്റാതെ ബെഡ്രിഡനായ ആ അമ്മയെ പ്രത്യേകമായിട്ട് അങ്ങ് തൃക്കൺ പാർക്കണമേ. ഡോക്ടേഴ്സിന് ഒന്നും ചെയ്യുവാനില്ല എന്ന് പറയുമ്പോഴും അങ്ങയുടെ കരങ്ങളിൽ ഇനിയും അത്ഭുതങ്ങൾ ബാക്കിയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ മകളുടെ ഡിസ്കിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അങ്ങ് ഏറ്റെടുക്കുകയും സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സിസ്റ്റർ ടെസ്സിയുടെ സഹോദരി ജോളിയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോനാഥ, ചികിത്സയില്ലാത്ത രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്ന ആ സഹോദരിയെ ഈശോയെ അങ്ങ് പ്രത്യേകം തൃക്കൺ പാർക്കണമേ. ആ കുടുംബത്തിലേക്ക് അങ്ങ് സൗഖ്യമായി ആശ്വാസമായി അങ്ങ് കടന്നു ചെല്ലണമേ. അപ്പച്ചനും അമ്മച്ചിക്കും ജോലിയില്ലാതെ വിഷമിക്കുന്ന ചന്ദന എന്ന സഹോദരിയെയും ആ കുടുംബത്തെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പഠിക്കുവാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അതോടൊപ്പം തന്നെ ഫീസ് അടക്കുവാനും കുടുംബത്തിൻ്റെ ചിലവുകൾ പോലും നടത്തുവാനുമായിട്ട് ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ആ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. വിവാഹം കഴിഞ്ഞ അനേക വർഷങ്ങളായി എങ്കിലും മക്കളില്ലാത്ത ലിജി എന്ന സഹോദരിയെയും അനീഷ് എന്ന സഹോദരനെയും ഈശോയെ അങ്ങ് പ്രത്യേകമായിട്ട് തൃക്കൺ പാർക്കണമേ. ദിവ്യകാരുണ്യനാഥ, 6 കോടിയോളം രൂപയുടെ കടവുമായിട്ട് ജപ്തി ഭീഷണി നേരിടുന്ന റോസ് റോംലറ്റ് എന്ന സഹോദരിയെയും കുടുംബത്തെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സവിശേഷമായി സമർപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 3-ാം തിരുവചനം: നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. ഈശോനാഥ, ഈ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. കടം വീട്ടുവാനായിട്ട് യാതൊരു മാർഗവുമില്ലാതെ അങ്ങയുടെ സന്നിധിയിൽ അഭയം തേടിയിരിക്കുന്ന ആ കുടുംബത്തെ അങ്ങ് പ്രത്യേകമായിട്ട് തൃക്കൺ പാർക്കുകയും ആ കുടുംബത്തിന് പൂർണ്ണമായിട്ടുള്ള സാമ്പത്തിക സുസ്ഥിതി നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈശോയെ, ആൻസി അലക്സാണ്ടർ എന്ന് പറയുന്ന സഹോദരിയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ പേരെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അനേക ദിവസങ്ങളായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ മകളെ എല്ലാവിധ ശാരീരികമായ അസ്വസ്ഥതകളിൽ നിന്നും മോചനം നൽകണമേ. തൈറോയിഡ് പൂർണ്ണമായിട്ടും സുഖപ്പെടുവാനും IELTS വിജയിച്ച് കാനഡയിൽ പോകുവാനും ജോലി ലഭിക്കുവാനും ആ സഹോദരിയെ അങ്ങ് പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. എല്ലാവിധ കടബാധ്യതകളിൽ നിന്നും ആ കുടുംബത്തെ അങ്ങ് സംരക്ഷിക്കണമേ. ഫൈബ്രോയിഡ് മൂലം വേദന അനുഭവിക്കുന്ന മോളമ്മ ജോർജ് എന്ന സഹോദരിയെ ഈശോനാഥ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വിദേശ രാജ്യത്ത് ചികിത്സ തേടുന്ന ആ സഹോദരിക്ക് എല്ലാവിധ സൗഖ്യവും നൽകി അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. കടബാധ്യതയാൽ ക്ലേശിക്കുന്ന ഫിലോമിന സാം എന്ന സഹോദരിയെ ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ എല്ലാവരെയും, പ്രത്യേകിച്ച് ഇന്ന് ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്തുവെങ്കിലും ഒരുപാട് മക്കൾക്ക് ടെക്നിക്കൽ പ്രോബ്ലംസ് മൂലം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുവാനായിട്ട് സാധിച്ചില്ല. അവരെ എല്ലാവരെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോനാഥ, അങ്ങ് എല്ലാവരെയും കാണുന്നുണ്ട്. അവരുടെ നിയോഗങ്ങൾ അങ്ങ് അറിയുന്നുണ്ട്. അവരുടെ ആഗ്രഹങ്ങൾ അങ്ങ് എത്രയും വേഗം സാധിച്ചു കൊടുക്കുകയും മാനസികവും ശാരീരികവുമായിട്ടുള്ള സ്വസ്ഥതയിലേക്ക് അവരെ അങ്ങ് മടക്കിക്കൊണ്ടുവരികയും ചെയ്യണമേ. പ്രിയ സഹോദരങ്ങളെ, ഇന്നേ ദിനം നമ്മൾ ഈശോയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ധ്യാനിക്കുക,
യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം തിരുവചനമാണ്. അതിനുശേഷം കർത്താവ് അരുൾ ചെയ്യുന്നത് ഞാൻ കേട്ടു. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. പ്രിയ സഹോദരങ്ങളെ, ദൈവം ചോദിക്കുകയാണ്, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ദിവ്യകാരുണ്യ ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇക്കാലയളവിലും ഈശോനാഥൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ആരെയാണ് ഞാൻ അയക്കുക? ഈശോയ്ക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, ഈശോയ്ക്ക് വേണ്ടിയിട്ട് അവിടുത്തെ മുന്തിരിത്തോപ്പിൽ ജോലി ചെയ്യുവാനായിട്ട് ആരെയാണ് ഞാൻ അയക്കുകയെന്ന് ഈശോനാഥൻ നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയ കവാടങ്ങളിൽ അവിടുന്ന് കടന്നു വന്ന് മുട്ടുന്നുണ്ട്. നമ്മൾ തുറന്നു കൊടുക്കുവാനും അവിടുത്തെ സ്വരം ശ്രവിക്കുവാനും അവിടത്തേക്ക് വേണ്ടി ജീവിക്കുവാനുമായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഈ ആരെയാണ് അയക്കുക എന്നത് കേവലം വൈദിക സന്യസ്ത ദൈവവിളിയിലേക്കുള്ള ഒരു വിളി മാത്രമല്ല. അത് സഭയിലെ ഓരോ വ്യക്തിക്കും ദൈവം സൗജന്യമായി നൽകുന്ന ഒരു ദാനമാണ്. ജ്ഞാനസ്നാനം എന്നുള്ള കൂദാശയാൽ നാം ഓരോരുത്തരും അയക്കപ്പെട്ടവരാണ്, സ്നാനം ചെയ്യപ്പെട്ട് അയക്കപ്പെട്ടവർ. അതിനാൽ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ആയിരിക്കുമ്പോൾ ഞങ്ങളെ ഓരോരുത്തരെയും അയക്കണമേ എന്ന് അവിടത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വന്ന നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മളെ കൈവിടുകയില്ല. എങ്കിൽ അതോടൊപ്പം തന്നെ അവിടുത്തെ പേരിൽ അയക്കപ്പെടുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം യെശയ്യാ പ്രവാചകനെ, ജെറമിയ പ്രവാചകനെ, എസെക്കിയേൽ പ്രവാചകനെയൊക്കെ ദൈവം അയക്കുന്നത് നമ്മൾ ഇവരുടെ പുസ്തകങ്ങളിൽ കാണുന്നുണ്ട്. ഇവരെല്ലാവരെയും ഈ ദൈവം ക്ഷണിച്ചുകൊണ്ട് പ്രത്യേകമായ ദൗത്യത്തിനായിട്ട് അയക്കുകയാണ്. നമ്മളും ഓരോരുത്തരും ഓരോരോ ദൗത്യത്തിനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നവരാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ നിർവഹിക്കേണ്ട ദൈവികമായ പദ്ധതി, അത് എത്രയും വേഗം കണ്ടെത്തുവാനും അതിൽ മുന്നേറുവാനും ആ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുവാനുമായിട്ട് ഈശോയുടെ കൃപ കൂടിയേ തീരൂ. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ആ കൃപ നമ്മൾ യാചിച്ച് സ്വന്തമാക്കണം. ഈശോയെ, ഇതാ ഞാൻ, എന്നെ അയച്ചാലുമെന്ന് അവിടുത്തോട് പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. നിങ്ങളിൽ പലരും കുടുംബജീവിതം നയിക്കുന്നവരാകാം. സന്യസ്തരാകണമെന്നില്ല, വൈദികരാകണമെന്നില്ല. എങ്കിൽ ഇക്കാലയളവിൽ വലിയൊരു ആത്മായ പ്രേക്ഷിത മുന്നേറ്റത്തിൻ്റെ കാലയളവാണ്. സഭയിൽ ഇത്രമാത്രം ആത്മായ പ്രിയകൾ അയച്ചു കൊടുക്കണം. പരിശുദ്ധ അമ്മയിലൂടെ എങ്ങനെ ജീവിതത്തിൻ്റെ ഈ തടവറയിലാക്കപ്പെട്ട കാലഘട്ടത്തെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന വചനത്തിൻ്റെ വെളിച്ചത്തിൽ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ ശക്തിയിൽ മനുഷ്യ മക്കൾക്ക് വെളിപ്പെട്ട് കിട്ടുവാനായിട്ട് ഇടയാകുന്നൊരു ശുശ്രൂഷയാണിത്. ഈ ശുശ്രൂഷ മാത്രമല്ല, എല്ലാ ശുശ്രൂഷകളും വചനവുമായിട്ട്, യേശുവുമായിട്ട്, സഭയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ശുശ്രൂഷകളും നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസാക്കി, ഫേസ്ബുക്ക് സ്റ്റാറ്റസാക്കി, ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാക്കിയൊക്കെ മാറ്റിക്കൊണ്ട് സുവിശേഷത്തിന് സാക്ഷികളായി തീരുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ അതിനുള്ള കൃപ കൂടി നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.